അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാനിൽ വിശിഷ്ടമായ കർമ്മധർമ്മങ്ങൾ കൊണ്ട് അവനെ വഴിപ്പെടുന്നവരാണ് നമ്മളൊക്കെയും. ഈ റമളാനിൽ നമ്മൾ ശീലിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മൂല്യമാണ് അള്ളാഹുവിലുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത് കേവലമായ ഭയമോ അതിരുകടഞ്ഞ ആശയോ അല്ല, നേരെ മറിച്ച് ഇത് രണ്ടിനുമിടയിലുള്ള അള്ളാഹുവിലുള്ള ഭക്തിയും പരിപൂർണമായ പ്രതീക്ഷയുമാണ്. റജാ എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ പരിശ്രമമുണ്ട് എന്നുള്ളതാണ്. കേവലമായൊരു പ്രതീക്ഷയല്ല, ആഗ്രഹം മാത്രമല്ല. മനുഷ്യൻ നിരന്തരമായി കഷ്ടപ്പെടുന്നു, പരിശ്രമിക്കുന്നു, അധ്വാനിക്കുന്നു. പക്ഷെ ഒരു ഉറപ്പുണ്ട്, എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പ്, അവൻ എന്നെ കൈവിടില്ല എന്ന ഉറപ്പ്. ഏതു പ്രതിസന്ധികളിലും ഉയർച്ചകളിലും സങ്കടങ്ങളിലും വേവലാതികളിലും പരമകാരുണ്യകനായ അള്ളാഹു തൻ്റെ കൂടെയുണ്ടാകുമെന്ന ഉറപ്പ് ഒരുവന് ലഭിക്കുന്നതിനേക്കാൾ വലിയ കരുത്ത്, മഹാഭാഗ്യം മറ്റെന്താണ്? നിരാശ എന്നൊന്ന് അവനെ ഒരിക്കലും തലോടുക പോലുമില്ല. കാരണം അവൻ്റെ ഉള്ളിൽ റബ്ബ് അവൻ്റെ കൂടെ തന്നെയുണ്ട് എന്ന പ്രതീക്ഷയുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള നിന്റെ തോന്നല് നന്നാക്കുക എന്ന് പറയുന്നത് പോലും ഹുസ്നുൽ ഇബാദ, ആരാധനകളിൽപ്പെട്ടതാണ്, മികച്ച മാതൃകകളിൽപ്പെട്ടതാണ്. അള്ളാഹുവിനെ കുറിച്ച് ഞാൻ എപ്പോഴും നല്ലത് വിചാരിക്കുക. അന ഇൻദ ളന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെ കുറിച്ച് വിചാരിക്കുന്നതെന്തോ അതുതന്നെയാണ് ഞാൻ. അവൻ എന്നെ കുറിച്ച് നല്ലത് വിചാരിച്ചാൽ ഞാൻ നല്ലത് തന്നെയാണ്. അടുത്തുണ്ടെന്ന് കരുതിയാൽ അടുത്തു തന്നെയാണ്. പ്രതിസന്ധികളിൽ കരുത്തായി കൂടെയുണ്ടെന്ന് കരുതിയാൽ കൂടെ തന്നെയാണ്. അങ്ങനെയുള്ളവർ ആകാശത്തിലേക്ക് കൈ ഉയർത്തിയാൽ ആ പ്രാർത്ഥനയിൽ പ്രതീക്ഷയുണ്ട്, അതുകൊണ്ടത് തടയപ്പെടില്ല. അവർക്കൊരു സങ്കടം വന്നാൽ, അവരൊന്ന് തളർന്നാൽ അള്ളാഹു അവൻ്റെ കൂടെയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നതിനാൽ, പ്രതീക്ഷിക്കുന്നതിനാൽ അവർ നിരാശപ്പെടേണ്ട അവസ്ഥ ഉണ്ടാവുകയേയില്ല. അതുകൊണ്ട് പ്രതീക്ഷയുള്ളവരാകുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ആ പ്രതീക്ഷയുള്ള വിശ്വാസികൾക്ക് രണ്ട് ലോകത്തും വിജയം വരിക്കുക എന്ന് പറയുന്നത് എളുപ്പവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന, പരിപൂർണമായി പ്രതീക്ഷയർപ്പിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് എന്ത് നിരാശപ്പെടാനാണ്? അതുകൊണ്ടല്ലേ ലിമൻ കാന യർജുല്ലാഹി, അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്ന, അവൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ എന്ത് നിരാശയാണ് ഉണ്ടാവുക? അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.